കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടന്ന മണ്ഡലമാണ്, ഏറ്റവും വാശിയേറിയ പ്രചരണം നടന്ന മണ്ഡലമാണ് വടകര. കച്ചകെട്ടിയിറങ്ങിയ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും കടത്തനാടൻ കളരിയിൽ അടിത്തടകൾ തീർത്ത് പോരാടി. മത്സരം കഴിഞ്ഞിട്ടും വടകരയിൽ അങ്കക്കലി ഇനിയും അവസാനിച്ചിട്ടില്ലേ? നോക്കാം. ജനകീയത എന്ന വാളും പ്രതിച്ഛായ എന്ന പരിചയമെടുത്ത് കളരിയിലേക്ക് ആദ്യം ഇറങ്ങിയത് കെ ശൈലജ. കോവിഡിനെയും നിപ്പയെയും വരുതിയിലാക്കിയ മന്ത്രി. വടകരയും വരുതിയിലാക്കാമെന്ന ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിന് ആക്കം കൂടി. വഴക്കവും തഴക്കവുമുള്ള കെ മുരളീധരനെ പ്രതീക്ഷിച്ചെടുത്ത് UDFന്റെ ചേകവനായത് ഷാഫി പറമ്പിൽ. പാലക്കാട്ടുകാരുടെ വൈകാരിക യാത്രയയപ്പ് ഒരു മുന്നറിയിപ്പായിരുന്നു. ഞാൻ അങ്ങനെ പാലക്കാടുമായിട്ടുള്ള എൻ്റെ ബന്ധങ്ങൾ അറുത്തു മുറിച്ചിട്ടല്ല ഞാൻ പോകുന്നത്. പദവിയായിട്ട് ബന്ധപ്പെട്ടൊരു സ്നേഹമല്ല ഇപ്പോൾ അവർ തന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ അവർ കാണിക്കുന്നതും. ആ സ്നേഹം സ്വീകരിക്കാൻ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഇങ്ങോട്ട് വരാം. അവരുടെ ഏത് ആവശ്യങ്ങൾക്കും ഞാൻ ഇനിയും ഉണ്ടാവും. യാത്രയപ്പ് ദൃശ്യങ്ങളും ഷാഫിക്ക് വടകര നൽകിയ സ്വീകരണവും സമൂഹ മാധ്യമങ്ങളിൽ പറന്നു നടന്നു. പ്രചാരണത്തിൽ ശൈലജയ്ക്കുണ്ടായിരുന്ന മുൻതൂക്കം കുറഞ്ഞു തുടങ്ങിയോ എന്ന് സംശയം. പക്ഷേ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ചിരിച്ചുകൊണ്ടെത്തി ശൈലജ. കരുതലിന്റെ കരസ്പർശം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. ഇതിനിടെ വന്നു ഒരു ട്വിസ്റ്റ്. UDF സ്ഥാനാർത്ഥിയും സൈബർ സംഘവും വ്യക്തിഹത്യ ചെയ്യുന്നതായി ശൈലജ ടീച്ചർ വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കുന്നു. മോർഫ് ചെയ്ത് അശ്ലീലമായ ചിത്രം പ്രചരിപ്പിക്കുന്നു. പ്രചരണ രംഗത്തെ പിടിച്ചു കുലുക്കിയ ആരോപണം. ഒരു സംഘമുണ്ട് അതിനുവേണ്ടി ഇറങ്ങിയിട്ടുള്ളത്, കേട്ടില്ലേ? ആ സംഘം തന്നെയാണ് ഇത് ചെയ്യുന്നത്. ജനങ്ങൾ അതിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എത്ര നുണ ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചാലും വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ആ വൈറസ് വന്നിട്ട് ഞാൻ പതറിയിട്ടില്ല. എന്നിട്ടല്ലേ ഇവരുടെ ഈ വൈറസ്. ശൈലജയുടെയും ഇടതുപക്ഷത്തിന്റെയും ആരോപണം കാട്ടുതീ പോലെ പടർന്നു. പ്രതിരോധം തീർക്കാൻ UDF പാടുപെട്ടു. എവിടെ ഈ പറയുന്ന ചിത്രങ്ങൾ, എവിടെ വീഡിയോ? ഏത് വീഡിയോ ആണെങ്കിലും എൻ്റെ മനസ്സറിവില്ലാത്തൊരു കാര്യമാണ്. ഞാൻ അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യത്തെ എൻ്റെ അറിവോടെയാണെന്ന് പറയുക, എൻ്റെ അറിവോടെയാണെന്ന് രേഖാമൂലം എഴുതുക, എൻ്റെ അറിവോടെയാണെന്ന് പത്രസമ്മേളനത്തിൽ പറയുക. നിപ്പയ്ക്ക് മുന്നിൽ പതറിയില്ല. പിന്നെയല്ലേ ഈ സൈബർ ആക്രമണം? എത്ര നുണ പ്രചരിപ്പിച്ചാലും ജനം വിശ്വസിക്കില്ല. ഒരു കാര്യം കൂടി, മോർഫ് ചെയ്ത വീഡിയോ പ്രചരിക്കുന്നതായി ഞാൻ പറഞ്ഞിട്ടില്ലെന്നും ശൈലജ ടീച്ചർ. ഞാൻ ഇത്ര വ്യക്തമായ തെളിവുകളോടുകൂടി എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്നാണ് ഞാൻ പറഞ്ഞത്. സ്ഥാനാർത്ഥി നേരിട്ട് പോസ്റ്റ് ചെയ്തു എന്നല്ല. പക്ഷേ അദ്ദേഹത്തിന് അതിൽ എതിർപ്പുണ്ടെങ്കിൽ അദ്ദേഹം അത് അവസാനിപ്പിക്കണം. ഇങ്ങനെ പ്രചരണം നടത്തുന്നത് അവസാനിപ്പിക്കണം. 10 പേര് വിശ്വസിച്ചാൽ വിശ്വസിക്കട്ടെ എന്ന് കരുതി എന്നെക്കുറിച്ച് ഈ കുടുംബ ഗ്രൂപ്പുകളിൽ നുണ പ്രചരിപ്പിക്കുകയല്ല വേണ്ടത്. ശൈലജ ടീച്ചർ വാർത്താ സമ്മേളനത്തിൽ അപകീർത്തിപ്പെടുത്തിയെന്ന് പറഞ്ഞ് തൊട്ടു പിന്നാലെ ഷാഫി വന്നു. വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചെന്ന ആരോപണത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ശൈലജയ്ക്കുമെതിരെ DGPക്ക് പരാതിയും നൽകി. ചെയ്തവർക്കെതിരെ നടപടിയെടുത്തോട്ടെ. അത് എന്തിനാ എൻ്റെ തലയെ കൊണ്ട് വെക്കുന്നത്? ഞാനത് ചെയ്യൂ. ഞാനത് ചെയ്തിട്ട് എനിക്കെന്താ ഗുണം? എന്താ ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം? അപ്പൊ അതിനെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കും. വ്യാജ വീഡിയോ വിവാദം ഒരു വശത്ത് മുറുകുമ്പോഴാണ് പാനൂരിൽ ബോംബ് പൊട്ടിയത്. വടകരയിൽ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം TP വധം പ്രധാന പ്രചാരണ വിഷയമാണ്. ഇത്തവണ ആ ചൂണ്ടയിൽ കൊത്താതിരിക്കാൻ LDF പരമാവധി ശ്രമിച്ചു. പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ബോംബ് പൊട്ടി. ഒരു CPIM പ്രവർത്തകൻ മരിച്ചു. ബോംബ് രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയം ഒരിക്കൽ കൂടി UDF ഉയർത്തിക്കൊണ്ടുവന്നു. പാർട്ടിക്ക് പങ്കില്ലെന്ന് പലതവണ വിശദീകരിച്ചു CPIM നേതാക്കൾ. പക്ഷേ DYFI ഭാരവാഹികൾ പ്രതികളായത് കുറച്ചൊന്നുമല്ല പാർട്ടിയെ വലച്ചത്. നമ്മുടെ നാട്ടിൽ ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമെന്ത്? പാനൂരിലെ ബോംബ് സ്ഫോടനം രാഷ്ട്രീയമായി കാണേണ്ടതില്ല. അവിടെ ആർക്കെതിരെയാണ് കലാപം നടത്താനുള്ളത്? LDFിലെ പ്രമുഖ കക്ഷിയാണല്ലോ CPIM. ആ CPIMന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെക്കുറിച്ച് യാതൊരു ആശങ്കയും ആ മണ്ഡലത്തിലില്ല. ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ സമാധാന സന്ദേശ യാത്ര നടത്തിയായിരുന്നു UDFന്റെ മറുപടി. CPIMനെ കടന്നാക്രമിച്ച് UDF നേതാക്കൾ ഓരോരുത്തരായി രംഗത്തെത്തി. ആ ബോംബ് ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്വം CPIMനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള പിണറായി വിജയന് ഇപ്പോഴും പാനൂരിൽ ബോംബ് ഉണ്ടാക്കുന്നതിന്റെ റിപ്പോർട്ട് ഇന്റലിജൻസ് കൊടുത്തില്ലേ? ഇവരെല്ലാവരും പാർട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണ്, പാർട്ടിക്കാരാണ്. UDF വനിതാ റാലിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കെതിരെ ഒരു മുദ്രാവാക്യമുയർന്നു. അമാന്തമില്ലാതെ LDF അത് പ്രചാരണത്തിന് ആയുധമാക്കി. LDFന് ലഭിച്ച അപ്രതീക്ഷിത പ്രചാരണ ആയുധം. തൊഴിലുറപ്പ് പെണ്ണുങ്ങളല്ല വടകരയുടെ പെൺപട. ബോംബ് രാഷ്ട്രീയത്തെ നിർവീര്യമാക്കാൻ തൊഴിലുറപ്പ് മുദ്രാവാക്യമെന്ന വെള്ളമൊഴിച്ചു LDF. തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇറക്കി വടകരയിൽ UDFനെതിരെ പ്രകടനം നടന്നു. അത് തൊഴിലുറപ്പിന്റെ തൊഴിലാളികളെ വളരെയധികം മോശമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ആ മുദ്രാവാക്യം ഉണ്ടായിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് വളരെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം തൊഴിലുറപ്പിൻ പെണ്ണുങ്ങളല്ല എന്നാണ് പറഞ്ഞത്.
ഒരു സ്ത്രീ തന്നെയാണ് തൊഴിലുറപ്പിൻ പെണ്ണുങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാക്കണം. ഷാഫി അപകടം മണത്തു. മുദ്രാവാക്യം വിളിച്ചവരെ തള്ളിപ്പറഞ്ഞു. ഞങ്ങളാരും തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു മുദ്രാവാക്യം എഴുതി കൊടുത്ത് അങ്ങനെ വിളിപ്പിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അങ്ങനെ അവർക്ക് പ്രയാസമുള്ള മുദ്രാവാക്യമാണെങ്കിൽ തൊഴിലുറപ്പുകാരെ അങ്ങനെ തള്ളിപ്പറയേണ്ടവരല്ല. തൊഴിലുറപ്പ് മുദ്രാവാക്യ വിവാദത്തിൽ പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് UDF-നും പിടിവള്ളിയായി. KK ശൈലജ ടീച്ചർക്കായി അണിനിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളല്ല, സമ്പന്ന സ്ത്രീകളാണ് ഷാഫിയുടെ പിന്നിൽ അണിനിരുന്നത്. വെണ്ണപ്പാളികളുടെ സ്വീകരണമേറ്റ് മയങ്ങുന്ന നിലയിലേക്ക് UDF സ്ഥാനാർത്ഥിയെത്തി. UDF-ന്റെ വനിതാ പ്രവർത്തകരെ വെണ്ണപ്പാളിയെന്ന് വിളിച്ചതിൽ പ്രതിഷേധവും ഉയർന്നു. മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുന്നുവെന്ന് പ്രചാരണ കാലയളവ് മുഴുവൻ ഷാഫിക്കെതിരെ ആരോപണമുയർന്നു. SDPI നേതാവിനൊപ്പം ഷാഫി നിൽക്കുന്ന ഫോട്ടോയും വന്നു. ഇത് വ്യാജമാണെന്ന് ഷാഫി പലതവണ പറഞ്ഞു. വോട്ടെടുപ്പിന്റെ തലേന്ന് കാഫിർ പ്രയോഗമുള്ള സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിച്ചു. സ്ക്രീൻഷോട്ടുകൾ കയ്യിലുണ്ട്. കാഫിർ പരാമർശത്തിന് പിന്നിൽ UDF പ്രവർത്തകരാണ്. കിട്ടിയ വിവരമനുസരിച്ച് സന്ദേശം വ്യാജമല്ല. മുൻപും സമാനമായ അനുഭവം ഉണ്ടായല്ലോ. വ്യാജമെന്ന് തെളിയിച്ചാൽ അവർക്ക് തന്നെയാണ് നല്ലതെന്ന് LDF സ്ഥാനാർത്ഥി. കാഫിറിന് വോട്ട് ചെയ്യരുതെന്നടക്കം എഴുതി പ്രചരിപ്പിച്ചിട്ട് എന്ത് സൗമ്യമായിട്ടാണ് പറയുന്നത്. വർഗീയ ധ്രുവീകരണം വന്നു എന്നുള്ളത് അല്ലേ? നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. നിശ്ചയിച്ചിട്ട് കണ്ടില്ലല്ലോ, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കണ്ടോ നിങ്ങൾ? നമ്മുടെ ഒരു ധാർമ്മിക നിലവാരം എന്താണെന്നുള്ളതാണ്. എന്താ വിചാരിച്ച് ഈ നാട്ടിലെ മതന്യൂനപക്ഷ വിഭാഗം ആകെ കാഫിറിന് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യാണ്ടിരിക്കുന്ന ആളുകളാണെന്ന് ധരിച്ചു അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ലേ? അത് മതത്തിന്റെ പ്ലസ് വേണ്ട, കാഫിറിന് വോട്ട് ചെയ്യരുതെന്ന പേരിൽ വന്ന പോസ്റ്റ് വ്യാജമാണ്. കാഫിർ എന്ന് വിളിച്ചുള്ള വോട്ട് തനിക്ക് വേണ്ടെന്നും ഷാഫി പറമ്പിൽ. തീർത്തും ഫേക്ക് ആയിട്ടുള്ള ഒരു സൃഷ്ടിയിൽ, ആ സൃഷ്ടിയിൽ ഞാൻ അതിൻ്റെ ഒരു ആനുകൂല്യം പറ്റാൻ നിൽക്കുന്നവനല്ല. ആ സൃഷ്ടി എനിക്ക് വടകരയിലെ ജനങ്ങൾ തരുന്ന സ്നേഹത്തിന്റെ ആനുകൂല്യത്തെ തകർക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളതായിരുന്നു. അത്തരം വ്യാജ നിർമ്മിതികളുടെ പിൻബലത്തിൽ ഞങ്ങൾക്ക് വോട്ട് വേണ്ട. അങ്ങനെ വോട്ടെടുപ്പ് കഴിഞ്ഞു. പക്ഷേ വിവാദങ്ങൾ ഒഴിഞ്ഞതേയില്ല. ഷാഫിയെ നല്ലവനായ ഉണ്ണി എന്ന് വിശേഷിപ്പിച്ച് പി ജയരാജൻ പോസ്റ്റിട്ടു. വർഗീയ ടീച്ചറമ്മ എന്ന് വിളിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെതിരെ പ്രതികരിച്ചത്. കോവിഡ് കള്ളി, ബോംബമ്മ, അശ്ലീല വീഡിയോ, കാഫിർ പ്രയോഗം, മതത്തിന്റെ പേരിലെ വോട്ട് തേടൽ, പാനൂർ ബോംബ് സ്ഫോടനം, TP ചന്ദ്രശേഖരൻ വധം, നല്ലവനായ ഉണ്ണി, വർഗീയ ടീച്ചറമ്മ, പ്രചാരണത്തിന് വിവാദങ്ങളുടെ വെടിക്കെട്ട്, സൈബർ ലോകത്തും പുറത്തും ഇപ്പോഴും മാലപ്പടക്കം പൊട്ടിത്തീർന്നിട്ടില്ല. വിവാദങ്ങളുടെ മാലയിലെ അവസാന കണ്ണിയായി KS ഹരിഹരന്റെ പരാമർശം.